everyone. Welcome to Sisters Lifestyle. ഇതൊരു നല്ല സായാഹ്ന സമയമാണ്. ചായക്ക് പറ്റിയ ഒരു അടിപൊളി കടിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയായ കോളിഫ്ലവർ വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വട ഉണ്ടാക്കി തുടങ്ങിയാലോ. കോളിഫ്ലവർ വടയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം കോളിഫ്ലവറാണ്. ആ കോളിഫ്ലവർ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലപോലെ ഒരു 5 minutes വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളി നല്ല ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തത്, അതേപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. സോ ഇത്രയാണ് നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മളിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. സോ നമുക്കിനി മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ കാണാം. സോ നമുക്കിനി മിക്സിങ്ങിലോട്ട് പോവാം. വടയ്ക്ക് നമുക്കിതിനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോ അതിന് മുന്നേ നമുക്ക് ഈ കോളിഫ്ലവറിനെ നല്ലോണം മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ആയതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കിനി എല്ലാ കോളിഫ്ലവറും മാഷ് ചെയ്തിട്ട് നമുക്ക് വരാം. നമ്മളിപ്പോൾ കോളിഫ്ലവർ മുഴുവൻ മാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ നമ്മളിതിപ്പോൾ കുക്ക്ഡ് കോളിഫ്ലവർ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ കയ്യിലുകൊണ്ട് നമ്മൾ മാഷ് ചെയ്തത്. സോ നിങ്ങൾക്കിപ്പോൾ റോ കോളിഫ്ലവർ അങ്ങനെ തന്നെ വേണമെങ്കിൽ, കുക്ക് ചെയ്യാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കോളിഫ്ലവർ ഒരു ഷ്രെഡർ ഉപയോഗിച്ച് ഷ്രെഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ കുക്കിംഗ് പ്രിഫർ ചെയ്യുന്നവർക്ക് കുക്ക്ഡ് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് റോ കോളിഫ്ലവർ തന്നെ യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ മാഷ്ഡ് കോളിഫ്ലവർ ഉപയോഗിച്ച് മിക്സിങ് തുടങ്ങാം. നമ്മളിതാ മിക്സിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം മാഷ് ചെയ്ത കോളിഫ്ലവർ നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ മിക്സിങ് തുടങ്ങാം. നമ്മൾ മാഷ് ചെയ്ത കോളിഫ്ലവർ ഇപ്പോൾ ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്, നമ്മളിവിടെ ഇപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കൂടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കടലമാവ് ചേർക്കാൻ പോവുകയാണ്. ഒരു 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ കടലമാവ് ചേർക്കാം. നിങ്ങൾക്ക് വടയ്ക്ക് പരുവത്തിന് പിടിച്ചെടുക്കാൻ കണക്കിന് കടലമാവ് ചേർത്ത് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ വടയുടെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ജീരകവും പെരുംജീരകവും കൂടി ചതച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി. നിങ്ങൾക്ക് കളർ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നോർമൽ ചില്ലി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ആവശ്യത്തിനുള്ള ചേരുവകളെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളിവിടെ വെള്ളം ചേർക്കുന്നില്ല, ചേർക്കാണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മാവിൻ്റെയും നിങ്ങളുടെ എടുത്തിട്ടുള്ളതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. സ്പൂണിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ശകലം വെള്ളം വെച്ച് കൊടുത്ത് നിങ്ങളുടെ പരുവത്തിന് എടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം യോജിപ്പിക്കണം. നമ്മളിതാ നല്ലോണം യോജിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. വട പിടിച്ചിടാൻ പരുവത്തിന് നമുക്കിതാ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേശം ചേർത്ത് കൊടുക്കുക.
എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി പതിയെ പതിയെ തിരിച്ചിട്ട് എടുക്കാം. രണ്ട് സൈഡും നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതാ റെഡിയാക്കി കഴിഞ്ഞു. കുട്ടികൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ നേരത്തെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് വരെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കുട്ടിയെ കൊടുത്തു നോക്കാം. കൊള്ളാവോ? യമ്മിയാണോ? പറഞ്ഞ യമ്മിയാണെന്ന്. യമ്മി. നമ്മളപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഒരു കട്ടൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോളിഫ്ലവർ പക്കോടയും ബജിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.